കേരളത്തിൽ 35 വേക്കൻസീസ്, ഇന്ത്യയൊട്ടാകെ 500 വേക്കൻസീസ്. ഡിഗ്രി മാത്രം മതിയാകും. നമ്മൾ ഇവിടെ പറയുന്നത് നാഷണൽ ഇൻഷുറൻസിലെ അസിസ്റ്റന്റ് പോസ്റ്റിന്റെ വേക്കൻസീസിനെ കുറിച്ചാണ്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 21 മുതൽ 30 വയസ്സ് വരെയാണ്. അതിൽ 30 വയസ്സ് 1 ജൂലൈ 2026 ആകുമ്പം കവിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. SC ST അതേപോലെ തന്നെ OBC വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ റിലാക്സേഷൻ അവൈലബിൾ ആണ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിഗ്രി മാത്രം മതി. ഇത്ര പെർസെൻറ്റേജ് മാർക്സ് എന്നൊന്നും പറയുന്നില്ല, ഡിഗ്രി മാത്രം മതി, പാസ്സായാൽ മാത്രം മതി. പക്ഷെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം 1 ജൂലൈ 2026 ആകുമ്പോഴേക്കും. നേടിയവർക്ക് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ വേക്കൻസീസും ഇന്ത്യ ഒട്ടാകെയുള്ള വേക്കൻസീസും. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് വൈസ് പറയാനുള്ള കാരണം സ്റ്റേറ്റ് വൈസ് ആണ് മെറിറ്റ് ലിസ്റ്റ് തീരുമാനിക്കുന്നതും റിക്രൂട്ട്മെന്റ് നടക്കുന്നതും. അപ്പൊ കേരളത്തിൽ നല്ല വേക്കൻസി തന്നെ ഉണ്ട്. മറ്റ് സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 35 വേക്കൻസീസ് ഉണ്ട്. അതേപോലെ തന്നെ തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത്, 49 വേക്കൻസീസ് വരുന്നുണ്ട്. കർണാടകത്തിലും അത്യാവശ്യം 30 വേക്കൻസീസ് പറയുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ആ സ്റ്റേറ്റിലെ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമാണ് എന്ന് മാത്രമല്ല അതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ റീജിയണൽ ലാംഗ്വേജ് അറിയെങ്കിൽ മാത്രം അതിന് അഗെയിൻസ്റ്റ് ഉള്ള സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുക. അപ്പൊ തമിഴ്നാട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തമിഴ് അറിയുമോ, എഴുതാനും വായിക്കാനും അതേപോലെ സംസാരിക്കാനും എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് എക്സാം പ്രൊസീജിയറിലേക്ക് പോകാം. എക്സാം പ്രൊസീജിയറിൽ ഏതൊരു ബാങ്ക് എക്സാംസും ഉള്ളതുപോലെ തന്നെ 2 സ്റ്റേജ് ആണ് വരുന്നത്. പ്രിലിംസും ഉണ്ട്, അതേപോലെ തന്നെ മെയിൻസും ഉണ്ട്. ഇനി പ്രിലിംസിലാണെങ്കിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്, മാത്സ് ആൻഡ് റീസണിംഗ് വരുന്നുണ്ട്. 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 60 മിനിറ്റ്സ് ആണ് സമയം വരുന്നത് ടോട്ടൽ. എങ്കിലും സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, അതേപോലെ തന്നെ സെക്ഷണൽ കട്ട് ഓഫ് വരുന്നുണ്ട്. നെഗറ്റീവ് മാർക്സ് 1/4 ആണ് വരുന്നത്. ആൻഡ് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻസിലാണെങ്കിൽ ഈ പറയുന്ന 3 വിഷയങ്ങൾ കൂടാതെ, അതായത് ഇംഗ്ലീഷും മാത്സും റീസണിങ്ങും കൂടാതെ തന്നെ കമ്പ്യൂട്ടർ അവയർനെസ്സും അതേപോലെ തന്നെ ജനറൽ അവയർനെസ്സും വരുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം മാർക്സ് ഇരട്ടിയാണ്. 200 മാർക്സ് ആണ് വരുന്നത്, ടോട്ടൽ മാർക്സ് വരുന്നത്. സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഡ്യൂറേഷൻ വരുന്നതും ഇരട്ടിയാണ്, 120 മിനിറ്റ്സ് ആണ്. സോ വൺസ് യു ക്ലിയർ പ്രിലിംസ് ആൻഡ് വൺസ് യു ക്ലിയർ മെയിൻസ് ശ്രദ്ധിക്കുക, മെയിൻസിന്റെ ബേസിസിലാണ് മെറിറ്റ് ലിസ്റ്റ് തീരുമാനിക്കുന്നത്. സോ വൺസ് മെയിൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും റീജിയണൽ ലാംഗ്വേജ് വരുന്നത്, റീജിയണൽ ലാംഗ്വേജിന്റെ ടെസ്റ്റ് വരുന്നത്. ആൻഡ് റീജിയണൽ ലാംഗ്വേജിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് ടെസ്റ്റ് മാത്രമാണ്, പരീക്ഷ ഒന്ന് പാസ്സായാൽ മാത്രം മതി. അപ്പോൾ മെയിൻസിന്റെ അടിസ്ഥാനത്തിലും ക്വാളിഫിക്കേഷൻ ഓഫ് ദ റീജിയണൽ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനലി മെറിറ്റ് ലിസ്റ്റ് തീരുമാനിക്കുന്നത്. ഇനി എക്സാം സെന്റേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും എക്സാം സെന്റേഴ്സ് വരുന്നുണ്ട്. എക്സെപ്ഷൻ വരുന്നത് കാസർഗോഡ് ഇല്ല, ഇരിട്ടി ഇല്ല, പത്തനംതിട്ട ആൻഡ് വയനാട്. ഈ പറയുന്ന 4 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും എക്സാം സെന്റേഴ്സ് പ്രിലിംസിന് വരുന്നുണ്ട്. മെയിൻസിനെ ശ്രദ്ധിക്കുക, എറണാകുളത്ത് മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫീസ് നോക്കാം. ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫീസ് 850 റുപ്പീസ് ആണ്. CST വിഭാഗക്കാർക്കാണെങ്കിൽ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക, 4 കാര്യങ്ങളുടെ സ്കാൻഡ് കോപ്പീസ് കയ്യിൽ വെച്ചിരിക്കണം. ഒന്ന്, ഒരു ഫോട്ടോ, പിന്നെ സിഗ്നേച്ചർ, ഒരു ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം, അതേപോലെ തന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും. ഇത്രയും കാര്യങ്ങൾ സ്കാൻ ചെയ്തിട്ട് കയ്യിൽ നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. ഇനി പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ 6 മാസം വരെയാണ് പ്രൊബേഷൻ വരുന്നത്. അതേപോലെ തന്നെ ഇൻ ഹാൻഡ് സാലറി ഒരു മെട്രോ സിറ്റിയിൽ ഇനീഷ്യലി above 50,000 ആണ്. ഡീറ്റെയിൽസും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ nationalinsurance.nic.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോയാൽ